അമേരിക്ക ഇറാൻ യുദ്ധം 3 മാസം പിന്നിടുമ്പോൾ യുദ്ധഭൂമിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക തിരിച്ചടി നേരിടുന്നതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമ വിലയിരുത്തൽ പുറത്ത്. ഇറാനെതിരായ വ്യോമാക്രമണങ്ങളും സൈനിക നീക്കങ്ങളും ആദ്യഘട്ടങ്ങളിൽ വലിയ വിജയമായി അവതരിപ്പിച്ചെങ്കിൽ പോലും അതിനെ ദീർഘകാല ഭൗമരാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുന്നതിൽ അമേരിക്ക പരാജയപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നതാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഇറാന്റെ സൈനിക സാമ്പത്തിക അടിത്തറ തകർക്കുന്നുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിൽ പോലും ഏറ്റവും നിർണായകമായ മേഖലയായ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഒരു സാന്നിധ്യം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. ലോകത്തെ എണ്ണവാതക വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം നിയന്ത്രിക്കുന്ന ഈ മേഖലയിൽ ഇറാൻ ഇപ്പോഴും ശക്തമായ സമ്മർദ്ദം ശക്തമായി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും ഇവിടെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സൂചന. യുദ്ധം നീളുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയിലേക്കുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വൻ സാമ്പത്തിക ചിലവും അന്താരാഷ്ട്ര തലത്തിലെ സമ്മർദ്ദങ്ങളും വിമർശനങ്ങളും ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ തന്നെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഇപ്പോഴും തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ആഗോള എണ്ണ വിലകളിലും സാമ്പത്തിക വിപണികളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക ശക്തിക്കെതിരെ ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ശക്തി സമവാക്യങ്ങൾക്ക് വഴിവെക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചയായി തന്നെ ഉയരുന്നത്. അതേപോലെ തന്നെ ഫെബ്രുവരി 28 ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് അമേരിക്ക ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി പരമാവധി ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവസാനിക്കുമെന്നതായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 6 ആഴ്ചത്തെ വെടിനിർത്തലിന് ശേഷവും ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകാതെ തന്നെ യുദ്ധം നീളുന്നത് ട്രംപിന്റെ വിദേശ നയങ്ങൾക്ക് വലിയ മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യുദ്ധം മൂലം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധന വില കുതിച്ചുയരുന്നത് വരാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന ഭയത്താൽ ട്രംപിന് മേൽ ആഭ്യന്തര സമ്മർദ്ദം ഇപ്പോൾ ശക്തമാണ്. യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ തന്നെ ഏകപക്ഷീയമായി നടത്തിയ ഈ യുദ്ധം അമേരിക്കയെ കൂടുതൽ നയതന്ത്ര ഒറ്റപ്പെടലിലേക്ക് നയിച്ചതായും റഷ്യയുടെയും അതുപോലെ ചൈനയും ഈ ഒരു സാഹചര്യത്തെ നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് പ്രതിരോധ വിദഗ്ധരടക്കം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.